ഹായ് ഫ്രണ്ട്സ്, ആർഫ്രോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിഫ്റ്റി ഇന്ന് 24,061 എന്നുള്ള ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഉണ്ടായതെങ്കിലും 24,120 വരെയുള്ള ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് 23,924 വരെ താഴോട്ടേക്ക് പോകുന്നതായിട്ടാണ്. ഏറ്റവും ഫൈനലായിട്ട് 23,946 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 100 പോയിന്റിന്റെ ഒരു ഇടിവാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വിഷയം 100 പോയിന്റ് ഇടിഞ്ഞതല്ല, അത് 24,000 താഴെ ക്ലോസ് ചെയ്തു എന്നുള്ളത് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നാളെ നമുക്കറിയാം നിഫ്റ്റിയുടെ ഒരു മെഗാ എക്സ്പയറി ഡേ ആണ്. കാരണം നിഫ്റ്റി 50യുടെ വീക്ക്ലി എക്സ്പയറി, നിഫ്റ്റി 50യുടെ മന്ത്ലി എക്സ്പയറി, അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി. അപ്പോൾ ഇതൊക്കെ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു ട്രിപ്പിൾ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പൊസിഷനുകളിൽ വരുത്തുന്ന ഒരു റീബാലൻസിങ്, അതാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഇത്രയധികം കൂട്ടാൻ കാരണമായിട്ടുള്ളത്. ഇത് കൂടാതെ ഇറാൻ US സംഘർഷത്തിൽ ഉണ്ടായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ്, അവിടെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇന്ന് നേരിയ ഒരു ഉയർച്ച കാണിച്ചതായിട്ട് കാണാം. കാരണം ഇന്ന് അതിന്റെ റേഞ്ച് നമ്മൾ കാണുന്നത് 72 ലെവലിൽ നിന്നും 73 അത് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മൺഡേ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എങ്ങനെയായിരിക്കുമെന്നതിനെ കുറിച്ചുള്ള ഒരു ശക്തമായ ആശങ്ക നിലവിലുണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം ഇറാനും US തമ്മിലുള്ള സംഘർഷങ്ങൾ സാറ്റർഡേ സൺഡേ ശക്തമായിട്ടുണ്ടാവുകയും, എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ആകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സമാധാന ചർച്ചകൾ വീണ്ടും ആരംഭിക്കുമെന്നുള്ള വാർത്തകളുമാണ്. അപ്പോൾ ഇത്തരത്തിൽ വീക്കെൻഡിൽ ശക്തമായിട്ടുള്ള വാർ എസ്കലേഷൻ നടക്കുകയും എന്നാൽ മാർക്കറ്റ് ഓപ്പണിങ്ങിന് മുമ്പ് സമാധാനങ്ങളിലേക്ക് പോകുന്നതൊക്കെ കാണുമ്പോൾ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു നാടകമാണോ എന്ന് പലർക്കും സംശയം തോന്നാറുണ്ട്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിലെ മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ വൻകിട സ്രാവുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന കൃത്രിമമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണോ എന്ന് സംശയിക്കാമെങ്കിലും ഇവിടെ മറ്റ് ചില ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഈ ഗ്ലോബൽ ലീഡേഴ്സിനും അല്ലെങ്കിൽ വാർ ഫോഴ്സുകൾക്കും കൃത്യമായിട്ട് അറിയാം, മാർക്കറ്റ് തുറന്നിരിക്കുമ്പോൾ ഒരു ആക്രമണം നടത്തിയാൽ ഗ്ലോബൽ എക്കണോമിയിൽ വമ്പിച്ച തകർച്ച ഉണ്ടാക്കും. ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചു വരും. അത് അവരവരുടെ രാജ്യത്ത് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. എന്നാൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആക്രമണം നടത്തുമ്പോൾ അവിടെ ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നടത്താനും സ്ഥിതിഗതികൾ പെട്ടെന്ന് ശാന്തമാക്കാനും 48 മണിക്കൂർ സമയം അവൈലബിൾ ആണ്. അപ്പോൾ മാർക്കറ്റിൽ വലിയൊരു പാനിക് സെല്ലിംഗ് ഒഴിവാക്കാൻ ഈ ഒരു സമയം അവർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറാനിൽ നടന്ന സംഘർഷങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഭൂരിഭാഗം ആക്രമണങ്ങൾ നടത്തുന്നത് വീക്കെൻഡിലാണ്. ഇതേപോലെ തന്നെ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്റർനാഷണൽ മീഡിയകളിൽ പല റിപ്പോർട്ടുകളും കാണാം. ചർച്ചകൾ ആരംഭിച്ചു, തൽക്കാലം കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വരാറുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റിന്റെ തകർച്ച ഒഴിവാക്കാൻ US ഭരണകൂടം തന്ത്രപൂർവ്വം പുറത്തുവിടുന്ന സ്ട്രാറ്റജിക് ലീക്കേജുകളാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളതും ക്രൂഡ് ഓയിലിന്റെ വില ഉയരാതെ നോക്കുക എന്നുള്ളതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയിൽ നിന്നുകൊണ്ടാണ് ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി അറിയാവുന്ന വൻകിട നിക്ഷേപകർ ഈ ഒരു സാഹചര്യത്തിൽ ആ അവസരങ്ങൾ തന്ത്രപരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റിൽ നടക്കുന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ വളരെയധികം കുറവും ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ കൂടുതലുമാണ്. 37% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 57% സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തത്. സെക്ടർ വൈസ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാർമ സെക്ടറിൽ മാത്രമാണ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ നേരിയൊരു റിക്കവറി മെറ്റൽ സ്റ്റോക്കുകളും ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ സെക്ടറുകളും ഇന്ന് ചുവപ്പണിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഈ രീതിയിൽ ഹൈലി വളറ്റൈലായിട്ട് പോലും ഈ ഫാർമ സ്റ്റോക്കുകൾ ഉയരുന്നതിൻ്റെ പിന്നിൽ എന്താണ് കാരണമെന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്കറിയാം ഈ 2026 തുടങ്ങിയ ശേഷം നിഫ്റ്റി 50 ഇൻഡെക്സ് ഏകദേശം 8% താഴോട്ടേക്ക് ഡൗൺ ആയിട്ടാണ് ഇന്നത്തെ ദിവസം വരെയുള്ള ട്രേഡിംഗ് വെച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഫാർമ ഇൻഡെക്സ് 11% ഉയർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പം നിഫ്റ്റിയെ വലിയ തോതിൽ ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടാണ് ഫാർമ സ്റ്റോക്സ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബൂസ്റ്റ് ഫാർമ സ്റ്റോക്കുകൾക്ക് കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് US ഇന്ത്യ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളാണ്. ഇത് കൂടാതെ ഗ്ലോബൽ ലെവലിൽ വലിയ ഡിമാൻഡുള്ള ഈ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള മരുന്നാണ് സെമാഗ്ലൂട്ടൈഡ്. ഇതിൻ്റെ പേറ്റന്റ് കാലാവധി കഴിയുന്നതോടെ ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ ഒരു മാനുഫാക്ചറിങ് അവസരമാണ് ഈ ഒരു മരുന്നുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. കൂടാതെ വരും വർഷങ്ങളിൽ വലിയ ബയോളജിക് മരുന്നുകളുടെ പേറ്റന്റുകൾ അവസാനിക്കുന്നതും ഇന്ത്യൻ ബയോസിമിലാർ ഫാർമ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാന വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഇതുകൂടാതെ അമേരിക്കയിൽ ക്യാൻസർ ചികിത്സയ്ക്കുള്ള ചില പ്രധാന മരുന്നുകൾക്ക് കടുത്ത ക്ഷാമം നേരിടുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ US FDA ഇന്ത്യൻ ഡ്രഗ് മാനുഫാക്ചേഴ്സിന്റെ സഹായം തേടിയെന്ന വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു.
അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനറിക് മരുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള ഡോക്ടർ റെഡ്ഡി ലാബ്, സൺഫാർമ, സിപ്ല പോലെയുള്ള സ്റ്റോക്കുകൾക്ക് ഇത് വലിയ നേട്ടം ഉണ്ടാക്കും. ഇത് കൂടാതെ ഫാർമ സ്റ്റോക്കുകളുടെ മറ്റൊരു പ്രത്യേകത, മാർക്കറ്റിൽ വലിയ തോതിൽ അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒരു സേഫ് ഹെവൺ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് സ്റ്റോക്ക് എന്നുള്ള നിലക്ക് ഈ ഫാർമ സ്റ്റോക്കുകളെ ആശ്രയിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇമേജ് ഫാർമ സ്റ്റോക്കുകൾക്കുണ്ട്. അതും ഈ സ്റ്റോക്കുകളുടെ ബൈങ്ങിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റാലിയാണ് ഇപ്പോൾ നമ്മൾ ഫാർമ സ്റ്റോക്കിൽ കാണുന്നത്. അപ്പോൾ ഇന്ത്യ US ട്രേഡ് ഡീൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുതിച്ചായിട്ട് നമുക്ക് ഫാർമ സ്റ്റോക്കുകളിൽ കാണാൻ കഴിയും. ഇന്ന് മാർക്കറ്റിൽ വലിയ തോതിൽ ഇടിഞ്ഞ ഒരു സ്റ്റോക്കാണ് പെർസിസ്റ്റന്റ് സിസ്റ്റം. 11% ഈ സ്റ്റോക്ക് താഴോട്ടേക്ക് പോവുകയുണ്ടായി. ഇപ്പോൾ ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ IT കമ്പനിയായിട്ടുള്ള നഗാരോ SCA ഏകദേശം $1.3 ബില്യൺ, അതായത് ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 11,000 കോടിയിലധികം രൂപ വാല്യൂ ഉള്ള ഈ ഒരു ഡീലിലൂടെ പെർസിസ്റ്റന്റ് സിസ്റ്റം ആ കമ്പനി ഏറ്റെടുക്കുകയാണ്. ഇന്ന് ഔദ്യോഗികമായിട്ട് ഈ ഒരു കാര്യം പെർസിസ്റ്റന്റ് സിസ്റ്റം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കമ്പനി ഏറ്റെടുക്കുന്നതിന് ഒരു ഷെയറിന് 81 യൂറോ എന്ന നിരക്കിലാണ് ഈ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നഗാരയുടെ ആ ഷെയർ പ്രൈസിനേക്കാൾ 140% പ്രീമിയം വിലയിലാണ് ഇവർ വാങ്ങുന്നത്. അപ്പോൾ വലിയൊരു തുക കണ്ടെത്തുന്നതിനായിട്ട് ബാർക്ലേസ് ബാങ്കിൽ നിന്നും കമ്പനി വലിയ രീതിയിലുള്ള കടവും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു തുക പ്രീമിയം നൽകിക്കൊണ്ട് ഒരു കമ്പനി വാങ്ങുന്നതും അതുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യതയും നിക്ഷേപകരിൽ താൽക്കാലികമായിട്ട് ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നഗാര കമ്പനിയെ പെർസിസ്റ്റന്റ് സിസ്റ്റവുമായി പൂർണ്ണമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനും അതിലൂടെ കമ്പനിയുടെ മാർജിൻ നിലനിർത്തുന്നതിനും കുറച്ച് സമയമെടുക്കും. കാരണം നഗാരയുടെ പ്രോഫിറ്റബിലിറ്റി പെർസിസ്റ്റന്റിനേക്കാൾ കുറവാണ്. അപ്പോൾ അടുത്ത ഏതാനും ക്വാർട്ടറുകളിൽ പെർസിസ്റ്റന്റിൻ്റെ മാർജിനെ ഇത് ചിലപ്പോൾ ബാധിച്ചേക്കാം. ആ ഒരു ആശങ്കയാണ് മോട്ടിലാൽ ഒസ്വാൾ, ജാം ഫൈനാൻഷ്യൽ തുടങ്ങിയ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഈ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് പ്രൈസ് കുറക്കാൻ കാരണം. അപ്പോൾ അത് ഈ സ്റ്റോക്കിൽ ഇന്ന് ഒരു ഇടിവിന് കാരണമായിട്ടുണ്ട്. കൂടാതെ IT സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള പൊതുവായിട്ടുള്ള ഇടിവും ഇന്നത്തെ ഈ ഒരു ഫ്രീ ഫോളിന് കാരണമായിട്ടുണ്ട്. കൂടാതെ പെർസിസ്റ്റന്റ് സിസ്റ്റം ഹൈ PEയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. 35 എന്നുള്ള PE ആണ് ഇതിപ്പോൾ കാണുന്നത്. എന്നാൽ IT ഇൻഡസ്ട്രി PE 20.6 ആണ്. അപ്പോൾ അതിനേക്കാൾ വലിയ ഉയരത്തിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടേക്ക് ഓവർ വാർത്ത പെർസിസ്റ്റൻസിൻ്റെ വിലയെ താഴോട്ടേക്ക് നയിക്കുമെങ്കിലും ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിൽ പെർസിസ്റ്റൻസ് സിസ്റ്റത്തിന് വലിയൊരു സ്വാധീനം ഉറപ്പിക്കാൻ ഈ ഒരു ഡീല് സഹായിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേപോലെ വലിയ ഇടിവ് നേരിട്ട മറ്റൊരു സ്റ്റോക്ക് ഇന്ന് കാണുന്നത് ആസ്ട്രൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ അവരുടെ കമ്പനിയുടെ ചില സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്താൻ പോവുകയാണ്. അവരുടെ കെമിക്കൽ ബിസിനസ് ഡീമേർജ് ചെയ്യാൻ പോവുകയാണ്. ആസ്ട്രലിൻ്റെ കീഴിലുള്ള കെമിക്കൽ പോർട്ട്ഫോളിയോയിൽ അഡീസീവ്സ്, സീലൻസ്, കൺസ്ട്രക്ഷൻ കെമിക്കൽസ്, പെയിൻറ്റ്സ് ആൻഡ് കോട്ടിങ്സ് ഇതൊക്കെ പൂർണ്ണമായിട്ടും ആസ്ട്രൽ കെമി ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയായി മാറ്റിക്കൊണ്ട് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു പുതിയ കമ്പനി NSEയിലും BSE സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രത്യേകമായിട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ 1:1 എന്നുള്ള ഒരു റേഷ്യോയിലായിരിക്കും ഈ ഒരു ഡീമേർജർ നടക്കുക. അപ്പോൾ ഒരു ആസ്ട്രൽ സ്റ്റോക്ക് കൈവശമുള്ള ഒരാൾക്ക് ആസ്ട്രൽ കെമിയുടെ മറ്റൊരു സ്റ്റോക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ലഭിക്കും. അപ്പോൾ ആസ്ട്രലിൻ്റെ ഈ ഒരു കെമിക്കൽ കാറ്റഗറി ബിസിനസ് അവരുടെ മൊത്തം വരുമാനത്തിൻ്റെ 21% സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ ഈ ആസ്ട്രലിൻ്റെ സബ്സിഡിയറി കമ്പനിയായിട്ട് അൽ അസീസ് പ്ലാസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു സ്ഥാപനത്തെ പൂർണ്ണമായിട്ടും ആസ്ട്രൽ ലിമിറ്റഡിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് നിർമ്മാണ മേഖല കൂടുതൽ ശക്തമാക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഡീമേർജറിന് ശേഷം ആസ്ട്രൽ പ്രധാനമായിട്ടും അതിൻ്റെ കോർ ബിസിനസ് ആയിട്ടുള്ള പ്ലംബിംഗ് ആൻഡ് പൈപ്സ് ആ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇപ്പോൾ ഈ ഒരു ഡീമേർജർ പ്രക്രിയ പൂർത്തിയാക്കാൻ NCLT, SEBI, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ധാരാളം അനുമതികളൊക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഏകദേശം 9 മുതൽ 12 മാസം വരെ എടുക്കുന്ന ഒരു ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും അത്. എന്നാൽ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് കാണുന്ന ഒരു ആശങ്ക, ഈ രണ്ട് ബിസിനസ്സും വേർപിരിയുന്നതോടെ അവർക്ക് സ്വതന്ത്രമായിട്ട് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കേണ്ടി വരും. ഇപ്പോൾ ആസ്ട്രല് നല്ല രീതിയിൽ മൾട്ടിബാഗർ റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ബിസിനസ് ആണോ അതല്ല ഈ പ്ലംബിംഗ് ബിസിനസ് ആണോ ഈ സ്റ്റോക്കിൻ്റെ വളർച്ചയ്ക്ക് കാരണം എന്നുള്ളത് ഇനിയാണ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഈ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കമ്പനിയുടെ വാല്യുവേഷൻ എങ്ങനെയായിരിക്കും ഭാവിയിൽ വരിക എന്നൊരു ആശങ്ക ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള JP മോർഗൻ ആസ്ട്രലിന് ഓവർ വെയ്റ്റ് എന്ന ലെവലിൽ നിന്ന് ന്യൂട്രലായിട്ട് അത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ടാർഗറ്റ് പ്രൈസ് 1800 നിന്ന് 1600 ആയിട്ട് താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡൗൺ ഗ്രേഡിങ് ഇന്നത്തെ മാർക്കറ്റിൽ ഈ ഫോളിന് കാരണമായിട്ടുണ്ട്. കൂടാതെ ആസ്ട്രൽ ലിമിറ്റഡ് 66 എന്നുള്ള PEയിൽ വളരെ ഉയർന്ന PEയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇൻഡസ്ട്രി PE 19 മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഈ സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഡീമേർജർ നടന്നതിന് ശേഷം ഈ സ്റ്റോക്കിലേക്ക് റീ എൻട്രി ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ഇപ്പോൾ എക്സിറ്റായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതേപോലെ ഇന്ന് Nifty 50 കമ്പനികളിൽ മേജറായിട്ട് ഫോളോ നടന്ന ഒരു സ്റ്റോക്കാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക്.
അപ്പോൾ ബാങ്കിൻ്റെ നിലവിലുള്ള MD-യും CEO-യുമായ അശോക് വസ്വാനി തൻ്റെ 3 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഈ പദവിയിൽ നിന്നും ഒഴിയുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ കാരണങ്ങളാൽ 2026 ഡിസംബർ 31 ശേഷം അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കില്ലെന്നും വീണ്ടും നിയമനത്തിനായിട്ട് അപേക്ഷിക്കില്ലെന്നും ഔദ്യോഗികമായിട്ട് ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഈ ഒരു ലീഡർഷിപ്പിൻ്റെ ഈ ഒരു അൺസർട്ടനിറ്റി തുടരുകയാണ്. കാരണം ഉദയ് കൊട്ടക് മാറിയതിന് ശേഷം ബാങ്കിൻ്റെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ട് മാറ്റങ്ങൾ വരുന്നത് അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ചെറിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ സ്റ്റോക്കിൻ്റെ ഇന്നത്തെ സെല്ലിംഗ് പ്രഷറിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏകദേശം 3% ഈ സ്റ്റോക്ക് ഇടിഞ്ഞത് കാണാം. എന്നാൽ ബാങ്ക് ബോർഡ് പുതിയ CEO-യെ കണ്ടെത്താനുള്ള നടപടികൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് ടേമിൽ മാർക്കറ്റിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും നൊമൂറ, ജെഫ്രീസ് തുടങ്ങിയ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ബാങ്കിൻ്റെ ലോങ് ടേം ഗ്രോത്തിൽ ഇപ്പോഴും നല്ല പ്രതീക്ഷ തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ചേഞ്ചുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം പെട്ടെന്ന് മാറുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിഫ്റ്റി 50-ൽ മറ്റൊരു വൻകിട ബാങ്ക് സ്റ്റോക്കായിട്ടുള്ള HDFC, അവിടെ ഒരു പോസിറ്റീവ് ന്യൂസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ HDFC-യുടെ പാർട്ട് ടൈം ചെയർമാനായിരുന്ന അദാനു ചക്രവർത്തി അപ്രതീക്ഷിതമായിട്ട് രാജിവെച്ചിരുന്നു. ബാങ്കിൻ്റെ ആഭ്യന്തര പ്രവർത്തനങ്ങളിലും അതിൻ്റെ മൂല്യങ്ങളും ധാർമ്മികതയ്ക്ക് നിരക്കാത്ത രീതിയിലാണ് നടക്കുന്നത് എന്നുള്ള ഒരു പ്രസ്താവന നടത്തിക്കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അപ്പോൾ ഇത് ഈ ബാങ്കിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് HDFC ബാങ്ക് വലിയ തോതിൽ ഇടിഞ്ഞത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനിടയിലുള്ള ആ ഒരു കോൺഫിഡൻസ് വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് HDFC ബാങ്ക് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ലോകത്തിലെ തന്നെ പ്രമുഖ 2 അന്താരാഷ്ട്ര ലോ ഫേമുകളെ, വിൽസൺ റൊസാറ്റി അതുപോലെ വാഡിയാറ്റ് ഗാൻഡി പോലെയുള്ള ഇന്റർനാഷണൽ ലോ ഫേമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലീഗലായിട്ടുള്ള ഒരു പരിശോധന നടത്താൻ ഇവർ അനുമതി നൽകിയിരുന്നു. ഈ പരിശോധനയിൽ അദാനു ചക്രവർത്തിയുടെ ആരോപണങ്ങളെ സ്വാധീകരിക്കുന്ന യാതൊരു തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബാങ്കിൽ യാതൊരുവിധ ഭരണപരമായ വീഴ്ചകളോ ധാർമ്മികമായ ലംഘനങ്ങളോ നടന്നിട്ടില്ലെന്ന് അന്വേഷണത്തിലൂടെ അവർ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഒരു പോസിറ്റീവ് മൂവ് ഈ സ്റ്റോക്കിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ജെഫ്രീസ് പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രോക്കറേജുകൾ പുതിയ ടാർഗറ്റ് HDFC-ക്ക് നിശ്ചയിച്ചതായിട്ട് കാണാം. 1050 എന്നുള്ള ടാർഗറ്റാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒഴിവായി നിൽക്കുന്ന ചെയർമാൻ പദവിയിലേക്ക് പുതിയ ഒരാളെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും. അതുപോലെ നിലവിലെ MD CEO ആയ ശശി ജഗദീശൻ്റെ ആ ഒരു ടെന്യൂർ 2026 ഒക്ടോബറിൽ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടി നൽകുന്ന കാര്യം RBI ഒരുപക്ഷെ പരിഗണിച്ചേക്കും. അപ്പോൾ ഈ മുൻ ചെയർമാൻ്റെ രാജി ഉണ്ടാക്കിയ ആ ഒരു കരുനികൾ നീങ്ങിയതോടെ HDFC ബാങ്കിൻ്റെ ബിസിനസ് വളർച്ചയും നിക്ഷേപകരുടെ വിശ്വാസ്യതയും ശക്തമാകുമെന്നും ഇത് വരും മാസങ്ങളിൽ ഈ ഷെയറിൻ്റെ വില ഉയരാൻ കാരണമാകുമെന്നും ജെഫ്രീസ് വിലയിരുത്തുന്നുണ്ട്. അതുപോലെ ഇന്ന് വലിയ തോതിൽ ഇടിഞ്ഞ മറ്റൊരു സ്റ്റോക്കാണ് നെറ്റ്വർക്ക് ടെക്നോളജീസ്. മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക് വലിയൊരു ഫോൾ ഇപ്പോൾ ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത് കമ്പനി തങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് പുതിയ ഫണ്ട് സമാഹരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ജൂലൈ 1 ഒരു ബോർഡ് മീറ്റിംഗ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നുകിൽ QIPO അല്ലെങ്കിൽ റൈറ്റ്സ് ഇഷ്യൂ വഴിയോ പുതിയ ഷെയറുകൾ മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ട് ഫണ്ട് കണ്ടെത്താനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈക്വിറ്റി ഡയലൂഷൻ ഉണ്ടാവും. മാർക്കറ്റ് വലിയ തോതിലുള്ള സ്റ്റോക്കുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫോളാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണുന്നത്. കൂടാതെ ഹൈ വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് നെറ്റ്വർക്ക് ടെക്നോളജീസ്. 125 മുകളിലാണ് അതിൻ്റെ PE റേഷ്യോ. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റോക്കിൽ നടക്കും. എങ്കിലും കമ്പനിയുടെ അടിസ്ഥാനപരമായ എന്തെങ്കിലും ഫണ്ടമെൻ്റൽ ഇഷ്യൂ കൊണ്ടല്ല ഈ ഒരു തകർച്ച, മറിച്ച് ഫണ്ട് സമാഹരണത്തിലൂടെ മാർക്കറ്റിൽ ലിക്വിഡിറ്റി വർദ്ധിക്കുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് കുറയുമെന്നുള്ള ഒരു സ്പെക്കുലേഷൻ ഭാഗമായിട്ടുള്ള ഒരു ഇടിവാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഹൈ വോളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. PCR റേഷ്യോ ഇപ്പോൾ കാണുന്നത് 0.76 എന്ന ലെവലാണ്. അതായത് കോൾ റേറ്റേഴ്സ് കൂടുകയും പുട്ട് റേറ്റേഴ്സ് കുറയുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ബിയറിഷ് കോഷ്യസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 24,000 എന്നുള്ള ലെവലിന് താഴെയിട്ട് മാർക്കറ്റ് പോയതുകൊണ്ട് തന്നെ അഥവാ ഇനി കൂടുതൽ ഒരു ഇടിവ് വന്നാൽ തന്നെ 23,800 അടുത്ത ഒരു മേജർ സപ്പോർട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.